എയർപോർട്ടിൽ ഒറ്റക്ക് പോകുന്നത് ഞാൻ മാത്രല്ല എല്ലാരും ഉണ്ട്. സൂപ്പർ. അല്ലല്ല, ഇതെന്തത് സ്കൂളിൽ അസംബ്ലി നടക്കുന്നുണ്ട് ഇവിടെ, കുട്ടികളായിട്ട് ലൈനായിട്ട് ഇവിടെ നിൽക്കുന്നത്? ഒന്നുമില്ല, കുട്ടിയൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ തീരുമാനം. കോർക്രാഫ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കൊടുവള്ളി JCI കൊടുവള്ളി ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾക്ക്, അതായത് പ്രതിഭാ ക്ലബിലെ പ്രതിഭകൾക്ക് ഒരു വിമാനയാത്ര സ്പോൺസർ. എയർപോർട്ട് കാണിച്ച് തിരിച്ചു കൊണ്ടുപോവാണ്, ആ യാത്രയാണ്. ഞങ്ങള് നിങ്ങളെല്ലാരും എങ്ങനെ പോണത്? വിമാനത്തില്. വിമാനത്തിലോ? വിമാനത്തിൽ കയറിയില്ലല്ലോ? ഇല്ല. വിമാനം പറക്കണ കണ്ടില്ലേ? കുറെ എന്താന്നുള്ള ആകാംക്ഷയോടെ നിൽക്കല്ലേ വിമാനത്തിൽ കയറാനുള്ള. എന്തായാലും നമുക്ക് അടിച്ചു പൊളിച്ച് പോയി തരാം. എന്തായാലും വിൻഡോ സീറ്റ് ഇട്ടേ, വിൻഡോ സീറ്റ്. സ്കൂൾ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. ഫ്ലൈറ്റ് പറക്കാൻ വേണ്ടി ആണോ? ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് നമ്മൾ. കടന്ന് പോവുകയാണ്. നമുക്ക് വലത് കാല് വെച്ച് തന്നെ പ്രവേശിക്കാം അല്ലേ? അതെ ഗൈസ്, നമ്മളെ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും നമ്മളെ കണ്ണൂർ എയർപോർട്ടിലേക്കുള്ള ഒരു ചെറിയൊരു യാത്ര, ഒരു ആകാശ യാത്ര കുട്ടികളുടെ ഒപ്പം. ഓരോ യാത്രയും നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ തന്നെയല്ലോ. എന്തായാലും ഈ ഒരു യാത്ര ഇനിയിപ്പോൾ അതിൽ യാത്രയിൽ പങ്കെടുത്തവർക്കും അതിലുള്ള കുട്ടികളും ജീവിതത്തിൽ മറക്കൂല. കുട്ടികളെല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറില്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. അടിപൊളിയല്ലേ? बच्चों के लिए केवल एक टॉगल कीजिए अगर आप ഞങ്ങള് വിമാനോ? ഏത് വിമാനോ? ദുബായ് പോട്ടെ. ഞാൻ അടുത്ത നമുക്ക് അങ്ങോട്ടാ വേണ്ടി ദുബായിലേക്ക്. അമേരിക്ക വേറെ കളികളല്ലേ കണ്ണൂർ. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ഫ്ലൈറ്റിനുള്ളിൽ കയറിയപ്പോൾ ഒരു ക്ലാസ് റൂമുമായി തന്നെ ജാഗ പോക അടിപൊളിയായിട്ട് അതിലുള്ള യാത്രക്കാരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും. എന്തായാലും ഈ ഒരു യാത്ര ലോകത്ത് ഏറ്റവും വലിയ പ്ലെയിൻ ഓടിക്കാൻ സ്വപ്നം കണ്ടു. അപ്പോൾ ആ സ്വപ്നം തന്നെ ഞാൻ കിട്ടി. എനിക്ക് ബോയിങ് 747 സിംഗപ്പൂർ എയർലൈൻസ് ആയിരുന്നു പണ്ട്. പിന്നെ മോൻ ഉണ്ടായപ്പം ഫാമിലിക്ക് വേണ്ടി സിംഗപ്പൂർ വിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. അപ്പം എല്ലാവരും ഇപ്പോഴേ സ്വപ്നം കാണുക, അബ്ദുൽ കലാം പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ ആയിട്ടുള്ള യാത്ര? ഇത്ര പ്രതീക്ഷിച്ചു എല്ലാരും ഹാപ്പി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ണൂർ എയർപോർട്ടിൻ്റെ പുറത്ത് ബസ് ഉണ്ടായിരുന്നു. ആ ബസ്സിലാണ് ഇനി ബാക്കിയുള്ള രാവിലെ ആണ് ഇവിടെ 9:10 ആകുമ്പോൾ കണ്ണൂർ എത്തിക്കണമെങ്കിൽ ബാക്കി കുറച്ച് ടൈമുകൾ വൈകുന്നേരം വരെ കണ്ണൂർ